കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട വളരെ ശക്തിയുള്ള ഒരു മഹാവിഷ്ണുവിൻ്റെ മന്ത്രത്തെ പറ്റിയാണ് പറയുന്നത്. നാമമാണ്. ഈ നാമം ജപിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കടങ്ങളെല്ലാം മാറുമെന്നും, അതായത് കടം വീട്ടാനുള്ള എന്തെങ്കിലും ഒരു മാർഗം നമ്മുടെ മുമ്പിൽ തെളിയും എന്നും, സമ്പത്തുണ്ടാകുമെന്നും, അതായത് ധനവർദ്ധനവ് ഉണ്ടാകുമെന്നും, ഐശ്വര്യമുണ്ടാകുമെന്നും, അതുപോലെ തന്നെ ആരോഗ്യം വർദ്ധിക്കും, അതായത് നമ്മുടെ രോഗങ്ങളൊക്കെ മാറി ജോലി ചെയ്യാനൊക്കെയുള്ള ഒരു നല്ല ഒരു ആരോഗ്യം ഉണ്ടാകുമെന്നും, അതുപോലെ തന്നെ ധനം, ഐശ്വര്യം മുതലായ എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് ഉണ്ടാകുമെന്നും, ദാരിദ്ര്യം മാറുമെന്നും, അതുപോലെ നമ്മുടെ ജോലിയിൽ നമുക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകുമെന്നുമൊക്കെയാണ് ആചാര്യന്മാർ പറയുന്നത്. വളരെ വളരെ ശക്തിയേറിയ ഒരു നാമമാണിത്. ഇത് അതിരാവിലെ എല്ലാ ദിവസവും 21 തവണ വെച്ച് ജപിക്കണം. സ്ത്രീകളാണെങ്കിൽ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ജപിക്കാൻ പാടില്ല. ആ 7 ദിവസം ജപിക്കരുത്. പക്ഷേ ആ 7 ദിവസവും രാവിലെ ഉണർന്ന് ഓം നമോ ഭഗവതേ വാസുദേവായ ഈ നാമത്തിന് പകരമായിട്ട് ആ നാമം ജപിക്കണം. എന്നിട്ട് വീണ്ടും തുടർന്ന് നമ്മുടെ ശരീരശുദ്ധി വന്നതിന് ശേഷം ഈ നാമം ജപിച്ച് പ്രാർത്ഥിക്കണം. നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നു. 5 തിരിയിട്ട് വിളക്ക് തെളിയിച്ച് ജപിച്ചാൽ വളരെ വളരെ ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നു. അങ്ങനെ ആ നാമത്തെ പറ്റിയാണ് നമ്മളിന്ന് പറയുന്നത്. അതുപോലെ ഈ നാമം ജപിച്ചു തുടങ്ങാൻ ഏറ്റവും ഉത്തമമായ ദിവസങ്ങൾ ബുധനാഴ്ച ദിവസം, വ്യാഴാഴ്ച ദിവസം, രോഹിണി നക്ഷത്ര ദിവസം, അല്ലെങ്കിൽ ഏകാദശി ദിവസങ്ങൾ, അല്ലെങ്കിൽ അഷ്ടമി തിഥി വരുന്ന ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ ജപിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം. അതിരാവിലെ ജപിക്കുന്നതിനാണ് കൂടുതൽ ഫലസിദ്ധി കൈവരുന്നത്. ഈ നാമത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതുകൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാം യശോദയും നന്ദഗോപരും. യശോദയും നന്ദഗോപരും ഭഗവാന്റെ മാതാപിതാക്കളായിരുന്നു. വളർത്തച്ഛനും വളർത്തമ്മയുമായിരുന്നു. അവർ എന്തുകൊണ്ടാണ് ഈ ജന്മത്തിൽ, അതായത് യശോദയും നന്ദഗോപരും എന്തുകൊണ്ടാണ് ഈ ജന്മത്തിൽ കുറച്ചു നാൾ ഭഗവാന്റെ മാതാപിതാക്കളായിരുന്നത്, അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഭാഗ്യം ഭഗവാൻ കൊടുത്തത് എന്നുള്ള ആ ഭാഗം കൂടി നമുക്കൊന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു പോകാം. അങ്ങനെ ഇന്ന് 2 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എല്ലാവരും ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഇരുന്ന് അവസാനം വരെ ക്ഷമയോടുകൂടി ഇരുന്ന് കേൾക്കണം. എല്ലാവർക്കും വളരെ പ്രയോജനകരമായ ഒരു നാമവും കൂടിയാണ് ഇന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തരുന്നത്. പണ്ട് അഷ്ടവസുക്കളിൽ ദ്രോണൻ എന്ന് പറയുന്ന ഒരു വസു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്നു ധര. അങ്ങനെ ഈ ദ്രോണൻ തൻ്റെ പത്നിയായ ധരയോടുകൂടി ചില അധർമ്മങ്ങളായ ചില പാപകർമ്മങ്ങൾ അനുഷ്ഠിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഭൂമിയിൽ ഒരു ജന്മം മനുഷ്യരായി കഴിഞ്ഞുകൂടണമെന്ന് ബ്രഹ്മദേവൻ അവരെ ശപിക്കുന്നു. അവർ 2 പേരും കൂടി ബ്രഹ്മദേവൻ്റെ പാദങ്ങളിൽ വീണ് മാപ്പപേക്ഷിക്കുന്നു. തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കുകയും ഭഗവാന്റെ, അതായത് ബ്രഹ്മദേവൻ്റെ തൃപ്പാദങ്ങളിൽ വീണ് മാപ്പ് ചോദിക്കുകയും ചെയ്തതുകൊണ്ട് ബ്രഹ്മദേവൻ അവരോട് ഇങ്ങനെ പറയുകയാണ്: എന്തായാലും ശപിച്ചു പോയി, നിങ്ങൾക്ക് ഭൂമിയിൽ മനുഷ്യരായി ജീവിക്കുക തന്നെ വേണം, നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. പക്ഷേ ചില ഐശ്വര്യങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എന്നിട്ട് പറയുകയാണ്, ഭൂമിയിൽ പുണ്യകരമായ പശുപാലനം തൊഴിലായിട്ടുള്ള ഇടയകുലത്തിൽ നിങ്ങൾ 2 പേരും ജനിക്കും. അതിനുശേഷം നിങ്ങൾ ഭാര്യയും ഭർത്താവുമായി തീരും. ധർമ്മമാർഗത്തിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാതെ പരമാനന്ദ സൗഖ്യത്തോടു കൂടി അങ്ങനെ ചിരകാലം ജീവിച്ചിട്ട് തിരിച്ചു പോരുക. ഇങ്ങനെ ഒരു കാര്യം ബ്രഹ്മദേവൻ ഇവരോട് പറയുകയാണ്. അത് കേട്ടതും ഈ ദ്രോണർ
വളരെ സങ്കടത്തോടു കൂടി പറയുകയാണ്, ബ്രഹ്മദേവ അങ്ങനെ പറയല്ലേ. എന്നും മഹാവിഷ്ണുവിനെ പൂജിച്ചും പ്രാർത്ഥിച്ചും നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി കഴിയുന്ന അടിയങ്ങൾക്ക് ഇങ്ങനെയൊരു ഗതി നൽകരുതേ. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഈ ദ്രോണര് ബ്രഹ്മദേവനോട് പറയുന്നു. അത് കേട്ടതും ബ്രഹ്മദേവൻ പറയുകയാണ്, നിങ്ങൾ സങ്കടപ്പെടേണ്ട. വിഷ്ണു ഭക്തരായ നിങ്ങളെ അന്നും വൈകുണ്ഠപതി വേണ്ടവണ്ണം അനുഗ്രഹിക്കും. പുത്രഭാവത്തിൽ നിങ്ങൾ അദ്ദേഹത്തെ സദാ ധ്യാനിച്ച് പല വ്രതങ്ങളും അനുഷ്ഠിച്ചിട്ടുള്ളതുകൊണ്ട് അടുത്ത ജന്മത്തിൽ പുത്രഭാവത്തിൽ ഒരു ശിശുവായി അദ്ദേഹം നിങ്ങളെ കുറേ കാലം ആനന്ദിപ്പിക്കും. കൂടാതെ പശുപാലനം ശ്രീഹരി പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൽക്കർമ്മം കൂടിയാണ്. ഇങ്ങനെ ബ്രഹ്മദേവൻ അവരോട് പറയുകയാണ്, ഇവർ തികഞ്ഞ വിഷ്ണു ഭക്തരാണ്, സാധുക്കളാണ്. പക്ഷേ ഒരു തെറ്റ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ആ തെറ്റിനുള്ള ഫലം അവരനുഭവിക്കണം. പക്ഷേ അവർ വലിയ വിഷ്ണു ഭക്തരായതുകൊണ്ടും അറിയാതെ വന്നുപോയ ഒരു അബദ്ധമായതുകൊണ്ടും ഒരു തെറ്റായതുകൊണ്ടും മാത്രമാണ് ഇങ്ങനെയൊരു ശിക്ഷ ഭഗവാൻ കൊടുത്തപ്പോൾ അക്കൂട്ടത്തിൽ അതിനേക്കാൾ വലിയ ഒരു ഭാഗ്യം കൂടി ഭഗവാൻ അക്കൂട്ടത്തിൽ കൊടുക്കുന്നത്. അങ്ങനെ ബ്രഹ്മദേവൻ്റെ അരുളപ്പാട് കേട്ട് ദ്രോണർ തൊഴുകൈയോടുകൂടി ബ്രഹ്മദേവനെ വീണ്ടും വന്ദിച്ചിട്ട് അപേക്ഷിക്കുകയാണ്, അല്ലയോ വിരിഞ്ച ദേവ, അടിയങ്ങളെ അനുഗ്രഹിക്കണം. അടിയങ്ങൾ ഗോപാലവർഗത്തിൽ ജനിച്ച് വർഗ തൊഴിലിനനുസരിച്ച് ജീവിക്കുന്ന കാലത്ത് കുറേ കാലമെങ്കിലും സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു ചെറു പൈതലായി അടിയങ്ങളുടെ മുമ്പിൽ വിളയാടി കളിച്ചു കാണുവാൻ ഇടവരും എങ്കിൽ മനുഷ്യനായി ഒരു ജന്മമല്ല എത്ര ജന്മം വേണമെങ്കിലും ജനിക്കുവാൻ അടിയങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ആ ദ്രോണര്, വസു ആയ ദ്രോണര് പറയുകയാണ്. അങ്ങനെ ബ്രഹ്മദേവൻ അവർക്ക് വേണ്ട അനുഗ്രഹങ്ങളെല്ലാം നൽകി അതിനുശേഷം അന്തർധാനം ചെയ്തു. കാലാന്തരത്തിൽ ആ ദമ്പതികൾ നന്ദഗോപനും യശോദയുമായി ജനിച്ചു. വാസുദേവപുത്രനായ കൃഷ്ണൻ ഒരു ചെറു പൈതലായി അവരുടെ പുത്രഭാവത്തിൽ അവിടെ ലീലകളാടി വളരുവാൻ കാരണം അതാണ്. ഇതാണ് യശോദയുടെയും നന്ദഗോപൻ്റെയും പൂർവജന്മ കഥ. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, നമ്മൾ ഭഗവാനെ വിശ്വസിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നും ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടായാലും ഭഗവാൻ ഒരു ചെറിയ അടിയൊക്കെ തന്ന് നമ്മളെ ഇങ്ങനെ ശിക്ഷിക്കും. ചെറിയൊരു അടി. എന്നിട്ട് ഭഗവാൻ എന്തു ചെയ്യും? കൈ പിടിച്ച് ചേർത്ത് കൊണ്ടുപോകും. ഒരിക്കലും ഭഗവാൻ നമ്മളെ ഉപേക്ഷിക്കത്തില്ല. ഭഗവാൻ ഭക്തവത്സലനാണ്. ഇവരൊരു ചെറിയ തെറ്റ് ചെയ്തു, അതിൻ്റെ ഒരു ശിക്ഷ അവർക്ക് ഭഗവാൻ കൊടുത്തു. പക്ഷേ ഇവർ വിഷ്ണു ഭക്തരായതുകൊണ്ടും അവരുടെ ബാക്കി പ്രവർത്തികളെല്ലാം നല്ലതായതുകൊണ്ടും ഭഗവാന്റെ അച്ഛനും അമ്മയായി ജീവിക്കുവാൻ കുറേ കാലം അവരെ അനുവദിച്ചു. ദേവകിക്ക് ആ ഭാഗ്യം കൊടുത്തില്ല. കാരണം ഭഗവാന്റെ ബാല്യലീലകളെല്ലാം കണ്ടാനന്ദിക്കുവാനും കുഞ്ഞിനെ വഴക്ക് പറയുവാനും പാല് കൊടുക്കുവാനും എന്തിനു പറയുന്നു, പരമാത്മാവായ ഭഗവാനെ ഉരലിൽ പിടിച്ചു കെട്ടിയിടാൻ പോലുമുള്ള അനുവാദം ഭഗവാൻ ആർക്കാണ് കൊടുത്തത്? യശോദയ്ക്കാണ് കൊടുത്തത്. അത് ദേവകിക്ക് കൊടുത്തില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അവർ മുൻജന്മങ്ങളിൽ എത്രത്തോളം ഭഗവാനെ പ്രാർത്ഥിച്ചുവോ, പുത്രഭാവത്തിൽ ഭഗവാനെ പ്രാർത്ഥിച്ചുവോ, പിറ്റേ ജന്മത്തിൽ ഭഗവാൻ തന്നെ അവരുടെ പുത്രനായി ജനിച്ചു എന്നുള്ളത് നമുക്ക് ഈ കഥയിൽ കൂടി മനസ്സിലാക്കാം. അതുകൊണ്ട് ഭഗവാനെ മുറുക്ക പിടിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക. ചെറിയ ചെറിയ തെറ്റുകളിൽ ഭഗവാൻ ചെറിയ ചെറിയ അടികളൊക്കെ തന്ന് നമ്മളെ നേർവഴിക്ക് നടത്തും. എന്നിട്ട് ഭഗവാന്റെ കൂടെ നമ്മളെ ചേർത്ത് നിർത്തും. നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? ഭക്തനായിരിക്കണം. ഭഗവാനോട് സ്നേഹമുള്ളവനായിരിക്കണം. കപട ഭക്തരാവരുത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്തിയും ചന്ദനക്കുറിയും ഒന്നും ആകരുത്. ഭഗവാനോട്
മനസ്സ് നിറഞ്ഞുള്ള സ്നേഹം, അത് മാത്രം മതി ഭഗവാന്. അതല്ലാതെ ഒരു സ്വർണ്ണാഭരണങ്ങളോ ഒന്നും ഭഗവാന് വേണ്ട. ഭഗവാൻ എന്താണ് ആവശ്യം? മനസ്സ് നിറഞ്ഞുള്ള നമ്മുടെ സ്നേഹം. അത് നമുക്ക് എത്രത്തോളം ഭഗവാന് കൊടുക്കാൻ സാധിക്കുമോ അതിൻ്റെ 10,000 ഇരട്ടിയായി ഭഗവാൻ നമുക്കത് തിരിച്ചു തരും. ഇനി നമുക്ക് ദിവസവും ജപിക്കേണ്ടുന്ന ആ നാമത്തെ പറ്റി പറയാം. ഇതാണ് ആ നാമം. ഈ നാമത്തിൻ്റെ പേര് മഹാബല ഗോപാല മന്ത്രം എന്നാണ്. മഹാബല ഗോപാല മന്ത്രം. ഇതൊരു മന്ത്രമാണ്. അഷ്ടദശാക്ഷര വൈഷ്ണവ മന്ത്രമാണ്. അതായത് 18 അക്ഷരങ്ങളുള്ള വൈഷ്ണവ മഹാമന്ത്രം, മഹാബല ഗോപാല മന്ത്രം. ഇത് നിത്യവും 21 തവണ വെച്ച് ജപിക്കണം. അതിരാവിലെ അതായത് ഒരു 4 മണിക്കും 6 മണിക്കും ഇടയ്ക്കുള്ള സമയം, അല്ലെങ്കിൽ 3 മണിക്കും 6 മണിക്കും ഇടയ്ക്കുള്ള സമയം, ആ സമയത്ത് ജപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ വളരെ ശ്രേഷ്ഠമാണ്. വൈകുന്നേരം ജപിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം അതിരാവിലെയുള്ള ജപത്തിനാണ്. കുളിച്ച് ശുദ്ധമായി വെളുത്ത വസ്ത്രം ധരിച്ച് നെയ്വിളക്ക് തെളിയിച്ച്, അല്ലെങ്കിൽ 5 തിരിയിട്ട് വിളക്ക് തെളിയിച്ച്, അല്ലെങ്കിൽ നിലവിളക്ക് തെളിയിച്ച്, എങ്ങനെയാണോ പറ്റുന്നത് അങ്ങനെ വിളക്ക് തെളിയിച്ച് ഈ മന്ത്രം ദിവസവും 21 തവണ വെച്ച് ജപിക്കണം. ഭഗവാന് നൈവേദ്യം സമർപ്പിച്ച് ജപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങേറ്റം ശ്രേഷ്ഠം. ഒരു പഴം, അല്ലെങ്കിൽ കുറച്ച് കൽക്കണ്ട, അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര, എന്താണോ നമുക്ക് സാധിക്കുന്നത് അത് വെച്ച് ജപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ വളരെ ശ്രേഷ്ഠം. പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ജപിക്കരുത്. ആ സമയത്ത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നമ്മുടെ മുറിയിലിരുന്നു കൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് 21 തവണ ജപിക്കണം. ശരീരശുദ്ധിയെല്ലാം വന്ന് 7 ദിവസം കഴിഞ്ഞതിന് ശേഷം 8ാമത്തെ ദിവസം മുതൽ വീണ്ടും ഈ നാമം ജപിച്ചു തുടങ്ങാം. ഫലം ഉറപ്പാണ്. നിങ്ങൾക്കത് പ്രത്യക്ഷത്തിൽ തന്നെ ബോധ്യപ്പെടും. ഭഗവാനെ പക്ഷേ വിശ്വസിക്കണം. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിച്ചിട്ട്. ഇവിടെ യശോദയും നന്ദഗോപരെയും മുൻജന്മത്തിൽ, അതായത് ദ്രോണരായിരുന്നു, പശുവായ ദ്രോണരായിരുന്നു ദ്രോണരുടെ പത്നി ധര. ദ്രോണരെയും പത്നിയായ ധരയെയും എങ്ങനെയാണോ ഭഗവാൻ അനുഗ്രഹിച്ചത്, അടുത്ത ജന്മത്തിൽ നന്ദഗോപരും യശോദയുമായി ജനിപ്പിച്ചത്, അവർക്ക് കൊടുത്ത ഭാഗ്യങ്ങൾ എന്തൊക്കെ? പരമാത്മാവായ മഹാവിഷ്ണുവിനെ കെട്ടിയിടാനുള്ള ഭാഗ്യമാണ്. പരമാത്മാവിന് പാല് കൊടുക്കാൻ, മുലപ്പാൽ കൊടുക്കാനുള്ള ഭാഗ്യമാണ്. എടുത്തുകൊണ്ട് നടക്കാനുള്ള ഭാഗ്യമാണ്. ആ ഭാഗ്യങ്ങളെല്ലാം കൊടുത്തത് യശോദയ്ക്കും നന്ദഗോപർക്കുമാണ്. രാത്രിയിൽ നന്ദഗോപരുടെ മടിയിലിരുന്ന് ഭഗവാൻ ഇങ്ങനെ വഴക്കുണ്ടാക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ആകാശത്ത് കാണുന്ന അമ്പിളിയമ്മാവനെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നന്ദഗോപർ എന്ത് ചെയ്യുമെന്നറിയാമോ? പാത്രത്തിൽ വെള്ളം ഇങ്ങനെ നിറച്ച് വെക്കും. അപ്പോൾ ചന്ദ്രൻ്റെ പ്രതിബിംബം ആ വെള്ളത്തിൽ ഇങ്ങനെ കാണും. എന്നിട്ട് അതിനെ പിടിക്കാനായിട്ട് ഉണ്ണിക്കണ്ണനെ വിടും. അങ്ങനെയൊക്കെയുള്ള പല കളികളും നടത്തിയിരുന്നു. ഭഗവാന്റെ ഈ ലീലകളെല്ലാം കണ്ട് ആനന്ദിക്കുവാനുള്ള ഭാഗ്യം നന്ദഗോപർക്കും യശോദയ്ക്കുമാണ് കിട്ടിയത്. പാവം ദേവകിക്കും വസുദേവർക്കും അതിനൊന്നുമുള്ള അവസരം ലഭിച്ചില്ല. കുഞ്ഞിനെ പറ്റിയുള്ള ആദിയിൽ ഇങ്ങനെ വിഷമിക്കുന്നു. അതുമൊരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ഭാഗ്യമാണ്. തൻ്റെ കുഞ്ഞിനെ ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്നുള്ള ആ പേടിയിൽ ഇങ്ങനെ വിഷമിക്കുന്നതും, പൂതനയൊക്കെ വന്ന് കുഞ്ഞിനെ ഉപദ്രവിച്ചതിന് ശേഷം യശോദാറാണിയും ഗോപസ്ത്രീകളും കൂടി ഭഗവാനെ ഇങ്ങനെ ഉഴിഞ്ഞിടുന്ന ആ ഭാഗമൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെയുള്ള ആ ഭാഗ്യമൊക്കെ കൊടുത്തത് ആ അച്ഛനും അമ്മയ്ക്കുമാണ്. അപ്പോൾ അത്രത്തോളം കരുണാമയനാണ് സർവേശ്വരൻ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ഒരു തവണ ഭഗവാനെ കൃഷ്ണ എന്ന് വിളിച്ചാൽ
1000 തവണ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. പക്ഷേ ഭഗവാനെ കൃഷ്ണ എന്ന് ആത്മാർത്ഥതയോടുകൂടി വിളിക്കണം. അക്കാര്യം പ്രത്യേകം ഓർക്കുക. ഈ നാമം നിങ്ങളെല്ലാവരും ജപിക്കണം. അങ്ങേറ്റം ശ്രേഷ്ഠമായ നാമമാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് വലയുന്ന ആളുകൾ, അവർക്കൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നാമമാണിത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കും, എല്ലാവരെയും നേർവഴി നടത്തും. ഹരേ കൃഷ്ണ.